വന്നപ്പോൾ കണ്ട ആ പ്രോഗ്രാം കുഞ്ഞുങ്ങളുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി എത്രത്തോളം നല്ലതെന്ന് സാർ വിശ്വസിക്കുന്നു? അല്ല, കുഞ്ഞുങ്ങൾ ഏത് സാഹചര്യത്തെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വിൽ പവർ അവരിൽ ഉണ്ടാക്കിയെടുക്കലാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ലോകം മാറുന്നത് പറയാൻ പറ്റത്തില്ല. ആ ലോകം മാറുമ്പോൾ അവർക്ക് ഇന്നത്തെ നിലയിലേക്കുള്ള ഉയർച്ചയ്ക്ക് ഒരു സാഹചര്യം ഒരുക്കാൻ നിങ്ങളുടെ ഈ പ്രവർത്തനം മൂലം സാധിച്ചിട്ടുണ്ട്. ഒരു എക്സസൈസിലൂടെ അല്ലെ ചെറിയ ഡാൻസിലൂടെ എനർജറ്റിക് ആയി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. അപ്പോൾ എനർജറ്റിക് ആകാൻ പറ്റും എന്ന് ആ ചെറിയ ചെറിയ കളികളിലൂടെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. അത് ഒരു ശുഭകരമായ സാഹചര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് നമുക്കത് തുടരണം. കുറേ കൂടെ ഒരാളുടെ പിന്തുണയുണ്ടെങ്കിലേ ആർക്കും ഒന്ന് ഉയരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മോട്ടീവ് നമ്മൾ ആരിൽ നിന്നാണ്? കുടുംബങ്ങളിൽ നിന്നുണ്ടാകാം, അയൽവക്കങ്ങളിൽ നിന്നുണ്ടാകാം, സമൂഹത്തിൽ നിന്നുണ്ടാകാം. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഒരു ഘടകമായി ഡോക്ടർ അടക്കമുള്ളവർക്ക് മാറാൻ കഴിഞ്ഞുവെന്ന് ഞാൻ 1-2 പരിപാടിയിലൂടെ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ വന്നപ്പോൾ അത് കുട്ടികളിലൂടെയാണ്, വേറൊരിടത്ത് വരുമ്പോൾ വേറൊരു കൂട്ടരിലൂടെ. ആ മോട്ടീവാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ ഷൈനി തൊട്ടടുത്തുള്ള കോട്ടയം പബ്ലിക് ലൈബ്രറിയിലാണ്. ഐ എം എ ഡെന്റിസ്റ്റ് ആൻഡ് എ കരിയർ കൗൺസിലർ. നിങ്ങൾ കണ്ട പോലെ ഒരു ഫിറ്റ്നസ് ട്രെയിനറോടാണ്. സോ പേരൻസ്, ഇറ്റ്സ് ഫോർ യു. ഓരോ കുഞ്ഞുങ്ങളുടെ പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, സ്കിൽസ്, അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്തത്.